വിഴിഞ്ഞം പദ്ധതി കരാറിനെ വിമർശിച്ചതിനുള്ള പകപോക്കാനാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മുൻ സെക്രട്ടറി കെ മോഹൻദാസ്. സർക്കാർ കൂടുതൽ പണം മുടക്കി സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണ നിയന്ത്രണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞമെന്ന് കെ മോഹൻദാസ് മുഖ്യമന്ത്രിക്ക് അയച്ച തുറന്ന കത്തിൽ ആരോപിച്ചു. ശരിയായ ടെൻഡർ നടപടിക്രമങ്ങൾ പാലിച്ചല്ല വിഴിഞ്ഞം കരാർ അദാനിക്ക് നൽകിയത് എന്നും മോഹൻദാസ് ആരോപിക്കുന്നു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മുൻ കേന്ദ്ര തുറമുഖ സെക്രട്ടറിയും കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ മരുമകനുമായ കെ മോഹൻദാസിനെ സർക്കാർ നീക്കിയിരുന്നു. പകരം ചെയർമാൻ സ്ഥാനം സീനിയർ IAS ഉദ്യോഗസ്ഥൻ ടോം ജോസിന് നൽകി. ഇതിന് പിന്നാലെയാണ് വിഴിഞ്ഞം പദ്ധതി കരാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മോഹൻദാസ് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയത്. കൊച്ചിയിൽ നടന്ന ഒരു ചടങ്ങിൽ വിഴിഞ്ഞം പദ്ധതി നടത്തിപ്പിലെ പോരായ്മ താൻ ചൂണ്ടിക്കാട്ടിയതിലുള്ള വിരോധം മൂലമാണ് തന്നെ KSINC ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കിയതെന്ന് കത്തിൽ മോഹൻദാസ് ആരോപിച്ചു. ഒന്നാം ഘട്ടത്തിൽ 5100 കോടി രൂപ മുടക്കുന്ന വിഴിഞ്ഞം പദ്ധതിയിൽ 3100 കോടി രൂപ പൊതുഖജനാവിൽ നിന്നാണെന്ന് മോഹൻദാസ് ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ 2400 കോടി രൂപ മാത്രമാണ് അദാനി മുടക്കുന്നത്. എന്നിട്ടും പദ്ധതിയുടെ പൂർണ്ണ നിയന്ത്രണം അദാനിക്കാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഒരു തുറമുഖ പദ്ധതി കരാറില്ല. മാത്രമല്ല, പദ്ധതി പൂർണ്ണമായും സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധവുമാണ്. ടെൻഡർ നടപടികൾ ശരിയായ രീതികൾ പാലിച്ചല്ലെന്നും മോഹൻദാസ് കത്തിൽ ആരോപിച്ചു. കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയും മകൻ ഗണേഷ് കുമാറും UDF വിട്ടുപോയതും മോഹൻദാസിന്റെ സ്ഥാനചലനത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.